ദേശീയ വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ നാഷണൽ ഡെസ്കിൽ മിഥുൻ MG തയ്യാറായി നിൽക്കുകയാണ്. മിഥുൻ, എന്തൊക്കെയാണ് പ്രധാന നാഷണൽ ന്യൂസ്? ഗുഡ് മോർണിംഗ് പ്രദീപ്, ഗുഡ് മോർണിംഗ് ആര്യ. ദേശീയ തലത്തിൽ നിരവധി വാർത്തകൾ ഇന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം ഇന്ന് സംപ്രേഷണം ചെയ്യുമെന്നുള്ളത് തന്നെയാണ്. അതിലേക്കൊക്കെ തന്നെ നമുക്ക് വരാം. അതായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വംശഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ രണ്ടാം ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗം രാജ്യത്ത് വലിയ ചർച്ചകൾക്കും ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് രണ്ടാം ഭാഗം BBC ഇന്ന് സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്നത്. ആദ്യ ഭാഗത്തിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയും ഡോക്യുമെന്ററി ഇന്ത്യയിൽ വിലക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പുകളെല്ലാം മറികടന്ന് രണ്ടാം ഭാഗം BBC പുറത്തിറക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ UK വിദേശകാര്യ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഡോക്യുമെന്ററി പങ്കുവെക്കുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഡോക്യുമെന്ററി പുറത്തു വന്നതിന് ശേഷവും മുൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജാക്ക് സ്ട്രോ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡോക്യുമെന്ററി പിൻവലിക്കില്ല എന്ന നിലപാടിൽ BBCയും ഉറച്ചു നിൽക്കുന്നു. അതേസമയം JNUവിൽ ഡോക്യുമെന്ററിയുടെ ഒന്നാം ഭാഗം പ്രദർശിപ്പിക്കുന്നത് സർവകലാശാല തടഞ്ഞിട്ടുണ്ട്. ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ന് വിദ്യാർത്ഥി യൂണിയനുകളുടെ യോഗം രാവിലെ ചേർന്നേക്കുമെന്നുള്ള വിവരങ്ങളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നത് സർവകലാശാലയിലെ സമാധാന അന്തരീക്ഷവും വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഐക്യവും നഷ്ടപ്പെട്ടേക്കാമെന്ന് പറഞ്ഞാണ് JNU അധികൃതർ ഇത്തരത്തിലുള്ള ഒരു പ്രദർശനം വിലക്കിക്കൊണ്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഒപ്പം തന്നെ വിലക്ക് മറികടന്ന് പ്രദർശനം നടത്തിയ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് രാത്രി 9 മണിക്ക് വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ പ്രദർശിക്കുമെന്നാണ് കോളേജ് യൂണിയൻ വിദ്യാർത്ഥി സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പ്രദർശനം സംഘടിപ്പിക്കാൻ സർവകലാശാലയിൽ നിന്ന് അനുമതി വാങ്ങിയിട്ടില്ല എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഡോക്യുമെന്ററി പ്രദർശനത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറണമെന്നും JNU അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ ഒരു വ്യക്തമായ നിലപാട് ഇതുവരെയും തന്നെ വിദ്യാർത്ഥി യൂണിയനുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്ന് ചേരുന്ന വിദ്യാർത്ഥി യൂണിയൻ യോഗത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. മറ്റൊന്ന്, ഈ ത്രിപുര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ത്രിപുര തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചുവെന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ ചില അസ്വാരസ്യങ്ങൾ കോൺഗ്രസുമായി ഉടലെടുത്തിരുന്നു. പക്ഷേ പിന്നീട് ഒരുമിച്ച് നീങ്ങാമെന്നുള്ളൊരു നിലപാടിൽ ഇരു കൂട്ടരും എത്തുകയായിരുന്നു. എന്തായാലും കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് 30 സീറ്റുകളിൽ കോൺഗ്രസും 30 സീറ്റുകളിൽ CPM മത്സരിക്കുമെന്നുള്ള കാര്യം ആദ്യം മുന്നോട്ട് കോൺഗ്രസ് വെച്ചിരുന്നു. പക്ഷേ അത് CPM വഴങ്ങിയില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭ്യമായ വിവരം. അതിനുശേഷം BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയും ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള മേഖലകളിലൊക്കെ തന്നെ CPMന് കൂടുതൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ കോൺഗ്രസ് നിലപാടെടുക്കുകയായിരുന്നു. അങ്ങനെ എത്ര സീറ്റിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഇതൊരു തീരുമാനമില്ല. ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ ത്രിപുരയിൽ CPM സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു ധാരണയുണ്ടാകും, അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അവിടുത്തെ PCC അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IPFT എന്ന പാർട്ടിയുടെ പ്രാദേശിക പാർട്ടിയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത്. IPFT ഇത്തവണ 45 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ 2021 ആദിവാസി മേഖലയിലെ ഈ ജില്ലാ കൗൺസിലൊക്കെ തന്നെ ശക്തമായ സാന്നിധ്യം കാഴ്ചവെക്കാൻ IPFTക്ക് സാധിച്ചിരുന്നു. അവിടെ നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 15 വർഷത്തോളമായി ഭരണം കൈയാളിയിരുന്ന CPMൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ ഇത്തരത്തിൽ IPFTക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അവിടെ ഈ ആദിവാസി മേഖലയിൽ 20 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ നിർണായക ശക്തിയാവാൻ IPFTക്ക് സാധിക്കുകയും ചെയ്യും. ഇത് നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോടും അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് IPFT സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസും ഒപ്പം തന്നെ CPMും ഇവരെ ഒപ്പം നിർത്താൻ അല്ലെങ്കിൽ സഖ്യത്തിൽ ഒപ്പം നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതിലേക്കൊരു അനുകൂല നിലപാട് IPFT തീരുമാനിക്കുകയും ചെയ്തിട്ടില്ല. കൂടാതെ തൃണമൂൽ കോൺഗ്രസും ഇവിടെ ശക്തി പ്രാപിക്കും. കൂടുതൽ സീറ്റുകൾ അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യം പുറത്തു വരുന്നുണ്ട്. 40 സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ അവർ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ IPFTയെ തൃണമൂൽ കോൺഗ്രസിന് ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും ഇന്ന് നടക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഭാരത് ജോഡോ തന്നെയാണ്. ഭാരത് ജോഡോ യാത്ര കശ്മീരിൽ തുടരുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു. അതായത് അവിടുത്തെ സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരാനുള്ള ഏത് ശ്രമത്തിനും കോൺഗ്രസ് മുന്നിട്ട് നിൽക്കും തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിനെതിരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും. കൂടാതെ ഈ യാത്രയിൽ ഈ പുൽവാമ
അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൽ ദിഗ്വിജയ് സിംഗ്, അതായത് മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള കോൺഗ്രസ് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഈ പുൽവാമ അറ്റാക്ക് നടന്ന് ഇത്രയും നാളായിട്ടും ഇതുവരെ അത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. പിന്നീട് ഇതിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ കേന്ദ്ര സർക്കാർ നടത്തിയെന്നുള്ള പരാമർശങ്ങൾ മാത്രമാണുള്ളത്. അതിൻ്റെ തെളിവുകൾ ഇതുവരെ പുറത്തുവിടാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല. അത്തരത്തെ സംബന്ധിച്ചുള്ള രൂക്ഷമായ വിമർശനങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ഒപ്പം തന്നെ അതിൻ്റെ തുടർ ചലനങ്ങളും അതിൻ്റെ തുടർ വിമർശനങ്ങളും ഒക്കെ തന്നെ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ സംസ്ഥാനത്തെ VC-മാരെ പുറത്താക്കിയ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇന്ന് വരുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കണ്ണൂർ VC-യുടെ മറുപടി സത്യവാങ്മൂലം ഇന്ന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ UGC നിയമപ്രകാരം ചാൻസലർക്ക് തങ്ങളെ പുറത്താക്കാൻ UGC ചട്ടങ്ങളിൽ പറയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഇവരെ പുറത്താക്കണം എന്നുണ്ട് എങ്കിൽ അതിന് ഒരു സമിതിയെ നിയോഗിക്കണം. ആ സമിതി വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കേണ്ടത്. പക്ഷേ അക്കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ പാലിച്ചിട്ടില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ മറുപടി സത്യവാങ്മൂലത്തിലൂടെ കണ്ണൂർ VC നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മറ്റു കൂടുതൽ വാർത്തകൾ ദേശീയ തലത്തിൽ നിന്നുണ്ട്. ഈ സമയപരിധികൾ മൂലം നമ്മൾ വരും മണിക്കൂറുകളിൽ ആ വാർത്തകളിലേക്ക് എത്താമെന്ന് കരുതുന്നു. പ്രദീപ്.